അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരും പിടിച്ച് കടിച്ചു. രണ്ടുപേരും പിടിച്ച് കടിച്ച മാറി കുട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ എന്റെ കടവ് ഇവിടെ പിടിച്ചുകൊണ്ടിരുന്ന മാറി മാറി പറഞ്ഞവരെന്തായി ലീഗലി പോവാം. പിന്നെ എപ്പോഴായിരുന്നു പാർക്ക് അടിച്ചത്? ഒരു മക്കളിനെ കൊണ്ടുവന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മയും പറയും കേൾക്കാൻ പറ്റുമോ സങ്കടം കൊണ്ട് പറയാം. രണ്ട് മക്കൾ ഒരേ രീതി സ്നേഹിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ വളർത്താൻ തരും. ആദ്യമേ ഒഴിവാക്കണം. ജീവിതം എത്ര വിഷം കൊണ്ടുപോകാം. അതിന് രീതിക്ക് അനുഭവിക്കുന്ന കഷ്ടപ്പാടും വീഡിയോ എടുത്ത് പ്രൊമോഷൻ വീഡിയോ എടുത്ത് വന്നത് അപ്പോൾ അതിനെ കൂടെ ഇതിലേക്ക് പോയി നേരിട്ട് ഒന്ന് പറഞ്ഞതുള്ളൂ. അപ്പോഴത്തേക്ക് രണ്ടെണ്ണം കൂടെ ആണെങ്കിൽ ഒന്ന് അറിയാം. ഞാൻ ഒറ്റയ്ക്ക് പിടിച്ച് നേരത്തെ അമ്മയെ സംസാരിച്ച് കുറേ ഇടിയിട്ട് വീടൊക്കെ എത്ര വീട് എന്നെ കുറേ പറഞ്ഞിട്ട് ഇത്രയും മുറിവ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എത്ര ചീത്ത വിളിച്ചത് ഞാൻ എൻ്റെ കുടുംബം കൂടെ കൂടി തറയിലടിച്ച് കത്തി ചെയ്തിട്ട് വന്നു. ഞാൻ ഉണ്ടാക്കി വീട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇറങ്ങിക്കോട്ടെ. എനിക്ക് തോന്നിട്ട് അത് പോകാനായിട്ട് അവിടെ കിട്ടുകൊണ്ടിരിക്കുന്നു. എല്ലാത്തിനും കാരണം ഞാൻ അമ്മയും പറയും 10 മാസം മുന്നേ ഒരു കുഴപ്പമില്ല. ഞാൻ വയസ്സ് നോക്കിയ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നില്ല. ഈ കുഴപ്പത്തിനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ദോഷത്തിന് ഞാൻ വരുന്നുണ്ട്. അത് ചെയ്യുന്നതിനല്ല പല കിട്ടുന്നത് എനിക്ക്. അവർ മോനെ കയറിയെന്നല്ലാണ്ട് ഇളയ മോനെ കയറി ക്ലാസ് പാൽ പോലും ഇട്ടൊടുത്തിട്ട് സംഗീതത്തിൽ പോലെ എല്ലാ കാര്യം നോക്കി ഞാൻ തിരിച്ചെന്ന് പറയാനിപ്പോഴത്തേക്ക് കൊച്ചു വച്ചു എൻ്റെ തൻ്റെ ചീത്ത വിളിച്ചു. എനിക്കറിഞ്ഞൂടെ അവർ കിട്ടി വെച്ചോ ചെയ്യുന്നു. എനിക്ക് എന്നോട് പറഞ്ഞു വേണോ കയറി തരവായതുകൊണ്ടിരിക്കുന്നു. ഇനി ഒരു 5 ദിവസം പോലും ഇല്ല. എനിക്ക് വയ്യ നിന്നെ അവിടെ പഠിക്കുന്നതാണ്. കുറേ കിട്ടിയാൽ ഞാനൊക്കെ വായി കൊടുപ്പിച്ച് പറഞ്ഞു താഴെ പോലെ വന്ന് കയറിയിട്ട് എന്നോട്ടാനിട്ടു. വിചാരിച്ച് ഞാൻ നിൽക്കുമ്പോഴെങ്കിലും നാടി നിർത്തിയായിരിക്കും ഇവിടെ ഒരു ചവിട്ട് കിട്ടിയിട്ട് കുഞ്ഞിക്കോട് പോലെ സേവനായിട്ട് അച്ഛൻ പിടിക്കുന്നുണ്ട്. ക്ഷണിച്ചിട്ട് കാര്യം തിരിഞ്ഞപ്പോൾ എനിക്ക് ആശുപത്രി പോകട്ടെ. വീട് അതായത് ഞാൻ വന്നപ്പോൾ ഏട്ടനെ വിട്ടുപിടിച്ച് ഏട്ടൻ്റെ കാര്യം പ്രവീൺ പറഞ്ഞു കേട്ടുള്ള ഇത്രയും ക്രൂരമായി അവരവിടെ നിന്ന് മർദ്ദിച്ചിട്ടുള്ള അവരവിടുന്ന് വിട്ടെ. ഒരു പൂർണ്ണമായ ഒരു ഗർഭിണി ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യില്ല. എന്ന് വെച്ചാൽ അത്രയും ക്രൂരതമായ ഒരു സംഭവമാണ് ഇത്. ഒരു പെൺകുട്ടി ഒരു ഗർഭിണിയായി 9 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ ചെയ്തത്. ഒരിക്കലും ഇതിനെ ന്യായീകരിക്കരുത് ആരും. ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പ്രവീണിൻ്റെ. അപ്പോൾ ഒരു കമൻറ്റ് അയച്ചു, എന്തിനാ അവരുടെ ജീവിതത്തെക്കുറിച്ച് ഇനിയും നിങ്ങൾ ഇതാക്കുന്നത്? അവർ ജീവിച്ച് പോയിക്കോട്ടെ. ഇതാണോ ജീവിതം? ഒരു റിയൽ ലൈഫിൽ കാണുന്നതല്ല ഒരിക്കലും ഇവരുടെ ജീവിതം. ഒരു മിനിറ്റിൽ കാണുന്ന ജീവിതമല്ല. ഇവർ നല്ല സന്തോഷത്തോടെ ഉണ്ടെന്നാണ്. 9 മാസം ഗർഭിണിയായ ആ പെൺകുട്ടിയോട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അവർ ചെയ്തത്. ഒരിക്കലും അല്ല. ആ വീട്ടിൽ നിന്ന് എത്ര സങ്കടത്തോടെയാണ് അവർ പറയുന്നത് ഈ സ്റ്റോറിയിൽ. എന്നിട്ട് നല്ല കൊച്ചു കഴിഞ്ഞ ദിവസം വന്നിട്ട് അവരുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എന്താ അവർ പറഞ്ഞു കേൾക്കും. അവന് ഇവിടെ താമസിക്കാം. ഇവിടെ നീ ഇറങ്ങി പോളെ എന്ന് ഇവിടെ ആരും പറയത്തില്ല. ഒരിക്കലും അവർ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പറയത്തില്ല ഇവിടെ ഇറങ്ങി പോയി. അവർക്ക് 2 പേർക്കുള്ളതായിരുന്നു. താമസിക്കൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഓക്കെ, എൻ്റെ അഡ്രസ്സും എൻ്റെ വീടും അതാണ്. അവരിപ്പോഴും പറയുന്നത് എന്നെ ആ വീട്ടിൽ നിന്റെ വീട് ഇതാണ്, ഇത് ഇത്രയും വീട് വലിയ വീട് ആർക്കും വേണ്ടിയിട്ട് കെട്ടിയിട്ടത്, നീ കൂടി ഒന്ന് താമസിക്കാനല്ലേ എനിക്ക് വരാം. ഞാൻ അവിടെ ഇറങ്ങിപ്പോയത്. ഇനി അവിടെ ഇറങ്ങിപ്പോയിട്ട് എന്തോ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇനി ഇത് നിങ്ങൾ കേൾക്കുക. എൻ്റെ അച്ഛൻ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞ് ആ വീട്ടിൽ നിങ്ങൾ കേൾക്കുക. കേട്ടിട്ട് വന്നിട്ട് അന്നെടുത്ത് കാല് കുത്തി അന്ന് കുടുംബം ഞാൻ പറയുന്നു എവിടെ
നീ ഇവിടെ വീഡിയോ എടുക്കാൻ പോകും നേരത്തെ പറയുന്നത് എത്ര ഭാഷ പറയുന്നത് ഓർത്തിരിക്കുന്നു അയ്യോ നമ്മൾ രാമായണം വെച്ച് പറയാൻ പറ്റുള്ളൂ ഇവിടെ കുത്തിങ്ങനെ എന്റെ ഏട്ടനെ മാത്രമല്ല ഇറങ്ങിപ്പോൻ പറയുന്നത്, എന്നെയും കൂടെ ഇറങ്ങിപ്പോൻ പറയുന്നത്. എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇറങ്ങിപ്പോക്കൂടെ? ഞാൻ കല്യാണം കഴിച്ച് കയറി വന്നൊരു വീടാണ്. നമ്മുടെ സ്വന്തം വീട് നമ്മുടെ വീടല്ല, അറിയാം. ഏതൊരു പെണ്ണിനും നമ്മൾ ജീവിച്ച വീട് നമ്മുടെ സ്വന്തം വീടാണ് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ചെന്ന് കയറുന്ന വീടാണ് നമ്മുടെ സ്വന്തം വീടായിട്ട് ജീവിക്കേണ്ടത് ഞാൻ മരണം വരെ. അങ്ങനെ ഒരു എനിക്ക് വിളക്ക് നിന്ന് കയറ്റിയ ആ വീട്ടിൽ എന്നോട് പറയാണ്, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, നിന്റെയും ഞങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല, ഞാനൊന്നും വാങ്ങിച്ചിട്ടില്ല, ഇത് മുരുകൻ ഉണ്ടാക്കിയിട്ട് വീടല്ല, ഞാൻ ഉണ്ടാക്കിയിട്ട് വീടാ, നാണമില്ലേ ഇവിടെ ഇരിക്കാൻ, ഇവിടെ ഇറങ്ങിപ്പോകും. അച്ഛൻ മാത്രമല്ല ഇറങ്ങിപ്പോ പറഞ്ഞു, അമ്മയും പറയുന്നത് അതിന്റെ ചോദിച്ചു ഉപയോഗിച്ചത്. ഞാൻ പിന്നെ എന്തിനു വിളിക്കണം അവളെ? അവളാണ് ഈ വീട്ടിൽ ഇത്ര പ്രശ്നം ഉണ്ടാക്കിയത്. നിന്റെ പെണ്ണുമ്പോൾ നല്ല പുള്ളിയൊന്നുമല്ല. അവളെ അടിച്ചെന്നാ അവൻ ചീത്ത വിളിച്ചായിരിക്കും. അവളെ അടിച്ച് നാരടിച്ച് വേറെ വല്ലവരായിരുന്നില്ല അവൾക്ക് അടിയും കൊടുത്ത് പറഞ്ഞു. ആ മാതിരിയുള്ള തോന്നിയ ദിവസം അവളുടെ ഇനി മേല അവള് ഈ വീടിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. അത്രത്തോളം അവർ അനുഭവിച്ചിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ല, ഇറക്കി വിട്ടതാണ്. അവിടെ അച്ഛൻ ഇറക്കി വിട്ടതാണ്, ഇറങ്ങി പോകാനാണ് പറഞ്ഞവരോട്. അപ്പോൾ ഇത്രത്തോളം അനുഭവം അവർ സഹിച്ച് നിന്നിട്ട് എന്നിട്ടൊരു 9 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇനി ഒരു പെൺകുട്ടിക്കും ഇതേപോലെയുള്ള ഒരു അവസ്ഥ ആർക്കും വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഈ ഒരു വീഡിയോ വരുന്നത്.